ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത് നമ്മുടെ നീരജ് മാധവ് പ്രധാന കഥാപാത്രത്തിലെത്തുന്ന പ്ലൂട്ടോ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിനൊരു ഗ്ലിംസ് കുറച്ചാണ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സൈഫൈ സാധനമാണ് ഒരു പിടിച്ചാക്കുന്നത്. ട്രെയിലർ നല്ല രസമുണ്ടായിരുന്നു. ഒരു എക്സ്പെരിമെന്റൽ സാധനമാണ്, പക്ഷേ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ അൽത്താഫും അജു വർഗീസ്, ആർഷ ബൈജു ഒക്കെ അതിനകത്ത് മറ്റ് കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. 2 മിനിറ്റും 19 സെക്കൻഡും ഉണ്ട് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. നോക്കാം. തനിക്ക് ക്ലാപ്പനംകോട് ബീച്ചിൽ നിന്നൊരു ഏലിയനെ ഏലിയൻ തന്നെയാണ്. നോ ഏലിയൻസ് വെർ ഹാംഡ് വൈൽ മേക്കിംഗ് ദിസ് ഫിലിം. കൊള്ളാം. അതും മദ്യം മാത്രം കഴിക്കുന്ന ഞാനൊരു സയന്റിസ്റ്റാണ്. നിങ്ങൾ കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനെയാണ്. കൊള്ളാം. ഏലിയൻ്റെ ഒരു സ്യൂട്ടും പരിപാടിയൊക്കെ കൊള്ളാം. ഇങ്ങനത്തെ വെറൈറ്റി പടങ്ങളൊക്കെ മലയാളത്തിലേക്കും വരട്ടെ. ഇഗ്നിസ്, എൻ്റെ ഇഗ്നിസ് ആണ് വണ്ടി. ഹ്യൂമൻ സ്പീഷീസിനെ ഇൻട്രോ അൽത്താഫിനെ കണ്ടാൽ ഒരു ഏലിയൻ ലുക്ക് ഉണ്ട് കേട്ടോ. ആ സ്പേസ് സീനൊക്കെ കാണിച്ച് ഒരു പ്യൂർലി എ ആണെന്നറിയാം. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഗുണം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ VFX പ്രാക്ടിക്കൽ എഫക്റ്റും കുറച്ചവർക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം എ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു എഫോർട്ട് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും. ബട്ട് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒക്കെ എനിക്ക് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്തായിട്ട് വന്നു. ഇപ്പം കൂലിയുടെ ഫ്ലാഷ് ബാക്ക് സീൻസ് പ്രോപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. എനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലാതെ അവർ ബാക്കി കാര്യങ്ങളിലും പിടിച്ചുകൊണ്ടാണ് അത് ബെറ്ററായിട്ട് വന്നത്. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. ഇവരിൽ ആരുടെ സൂപ്പർ മലയാളം. നിങ്ങൾ മനുഷ്യർക്ക് ഭക്ഷണം എങ്ങനെയാണ് അതിന് സമാനമാണ് ഞങ്ങളുടെ ഗൃഹത്തിൽ ആൽക്കഹോൾ. പൈന്റ് കുട്ടിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പറയേണ്ടി ചെമ്പൂട്ടായി. ഏജന്റിനെ പിടിക്കുന്ന ആളാണെന്ന് തോന്നുന്നു അജു വർഗീസ്. ഒരു കോമഡി ടച്ചാണ്. ഭയങ്കര സീരിയസ് ഒരു പാറ്റേണിൽ പോകുന്ന ഷോണ്ടല്ല, ഒരു സൈഫൈ കം കോമഡി. അതാണ് കൊള്ളാം. ലോക്കി പോലീസും പട്ടാളവും പത്രക്കാരും ഒക്കെ വരും. അവർ തിരിച്ചും മറിച്ചും പലതും ചോദിക്കും. ഒന്നും വിട്ട് ഓക്കെ. ഈ രഹസ്യം എന്നോട് ആദിത്യൻ ചന്ദ്രശേഖർ മാത്രമല്ലടാ പ്ലൂട്ടോ ജൂലൈ 30 ഈ മാസം തന്നെയാണ് സിനിമ. ജൂലൈ 30 അപ്പോൾ സിനിമ വരാൻ പോകുന്നത്. നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ അതേ സെയിം ടൈം തന്നെ. ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട്. കാരണം ഒരു സൈഫൈ കം കോമഡി പരിപാടി വർക്കായ അത് ഓഡിയൻസിന് കണക്റ്റ് ആയി കഴിഞ്ഞാൽ അതിനോട് വർക്കാവുന്ന ഒരു കാറ്റഗറിയാണ്. ബട്ട് ഈ അമിതമായിട്ട് പറയാനൊന്നുമില്ല. ഓക്കെ, ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഭയങ്കര രീതി അങ്ങനത്തെ സാധനമൊന്നും ഇരുന്നാൽ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഫാക്ടർ വരുന്ന സിനിമയായിട്ട് തോന്നുന്നു. അതേപോലെ തന്നെ വരട്ടെ. ഇപ്പം ഈ അടുത്തിറങ്ങി കുറേ പടങ്ങളൊന്നും ഇപ്പം നമ്മുടെ മസ്തിഷ്കമരണമാണെങ്കിൽ എല്ലാവർക്കും മസ്തിഷ്കമരണമാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും എവരി വൺ കപ്പ് ഓഫ് ടീ അല്ല. പുള്ളിയുടെ ഒരു വേ ഓഫ് മേക്കിംഗ് വേറെ രീതിയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു കംപ്ലീറ്റ് എല്ലാ നോർമൽ എൻ്റർടൈൻമെൻറ്റ് ഒരു സാധനത്തിലാണ് വരുന്നത്. കണ്ടിട്ട് അറിയാം എങ്ങനെ ഇരിക്കുന്നത്. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമില്ല. പിന്നെ ഇതുപോലത്തുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഷോൺട്രയൊക്കെ നമ്മുടെ മലയാളത്തിലേക്കും വരട്ടെ എന്ന് ആലോചിക്കുന്നു. ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഇപ്പം നമുക്ക് മിന്നൽ മുരളിയും ലോക്കയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ അതേപോലെ എല്ലാ ടൈപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പുറത്ത് മാത്രം അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ഇൻഡസ്ട്രി മാത്രം കണ്ട് ചെയ്ത സാധനങ്ങളൊക്കെ മലയാളത്തിലേക്കും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും ട്രെയിലർ കുഴപ്പമില്ല. കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സിനിമ അതുപോലെ തന്നെ ഇതാകട്ടെ എന്ന് ഓർക്കുന്നു. അപ്പം ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.